ഇവിടെ കാട്ടുമൃഗങ്ങൾക്കും സർക്കാരിനും കർഷകരോട് ഒരേ മനോഭാവമാണ് എന്ന് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. കാരണം ഇത് അങ്ങേയറ്റം സങ്കടകരമാണ്. എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം മുട്ടിക്കാം, അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വൻകിട കുത്തക സംരംഭങ്ങള് നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോഭനത്തിന് മുൻപില് പലരും മയങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ ആറളം ഫാമിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ സർക്കാർ അവരെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തീട്ടൂരമാണോ നൽകിയത് എന്ന് ന്യായമായും നാം സംശയിക്കേണ്ടി വരും. കാരണം ഇത്രയും ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞിട്ട് ചെറുവിരൽ പോലും അനക്കാൻ സർക്കാർ, അത് കേരളം ഭരിക്കുന്ന സർക്കാരാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ സന്നദ്ധമായിട്ടില്ല. കേവലം ഏതെങ്കിലും ഒരു മുന്നണിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും ആത്യന്തികമായി ഈ മലയോര കർഷകനോടുള്ള മനോഭാവം എന്ത് എന്ന് ഞങ്ങൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് പറയാനുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളിൽ രാഷ്ട്രീയപരമായി വ്യത്യസ്ത അഭിപ്രായമുള്ള വ്യക്തികളുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇച്ഛാശക്തിയോടെ വേണമെന്ന് വെച്ചാൽ നടപ്പിലാക്കാനും കഴിവുള്ള ഭരണകർത്താവായിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയെ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കണം. ഈ മലയോരത്തെ ആദിവാസികളുടെ ജീവനെങ്കിലും സംരക്ഷണം നൽകാൻ പര്യാപ്തമായ ഈ ആനമതിലിന്റെ നിർമ്മാണം വാഗ്ദാനം ചെയ്യപ്പെട്ട 6 മാസമെടുക്കാതെ അതിനു മുൻപേ പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളോട് ഈ യോഗം ആത്മാർത്ഥമായി ആവശ്യപ്പെടുകയാണ്. ഈ യോഗം മാത്രമല്ല, ഈ മലയോരത്തെ സകലമായ ജനതയുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആദരണീയനായ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ആനമതിലിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഇനിയൊരു ആദിവാസിയുടെ ജീവൻ അവിടെ പൊലിഞ്ഞാല് ഭരണത്തിലിരിക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് അവകാശമില്ല. അത്രമേൽ സങ്കടത്തിലാണ്, പ്രതിഷേധത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുക. ഓർക്കുക, ഈ വനപാലകർ തന്നെയാണ് വന്യമൃഗങ്ങൾക്ക് വനത്തിൽ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥിതി നശിപ്പിച്ചു കളഞ്ഞത്. അല്ലാതെ ഇവിടുത്തെ കുടിയേറ്റ കർഷകൻ പറമ്പിൽ പ്ലാവ് നട്ടതുകൊണ്ടോ മാവ് നട്ടതുകൊണ്ടോ വാഴ നട്ടതുകൊണ്ടോ ആണ് എന്ന് തൊടുന്യായം പറയുന്നവര്, നിങ്ങൾ നിരുത്തരവാദപരമായി നടപ്പിലാക്കിയ വനനയങ്ങളിലെ വൈകല്യമാണ് ഈ അപരിഹാര്യമായ ദുരന്തത്തിന് നിമിത്തമായത് എന്ന വസ്തുത മറച്ചുവെക്കരുത്. ഞങ്ങൾ മരിയാഹാരം കഴിക്കുന്നവരാണ്. എന്താണ് ഈ വനമേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഞങ്ങളും സാക്ഷികളാണ്. സർക്കാർ ഇങ്ങനെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ നട്ടുപിടിപ്പിച്ച ഇത്തരത്തിലുള്ള മരങ്ങളെല്ലാം വനമേഖലയിൽ നിന്ന് നീക്കി അവിടെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്ന രീതിയിലുള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. വന്യമൃഗങ്ങൾ കർഷകരെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞു, പിതാവ് സംസാരിക്കുമ്പോൾ എന്റെ പ്രായമെങ്കിലും പരിഗണിക്കണമെന്ന്.
ഞാൻ അദ്ദേഹത്തോട് ആദരപൂർവ്വം ബഹുമാനപ്പെട്ട മന്ത്രിയെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങയോട് ഒരേ ഒരു കാര്യം മാത്രം ഈ ജനത അപേക്ഷിക്കുകയാണ്. അങ്ങയുടെ കീഴിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയണം, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വനപാലനമാണ്. അല്ലാതെ ഏതെങ്കിലും കർഷകന്റെ വീട്ടില് കാട്ടുപന്നി ഇറച്ചി ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവരുടെ അടുക്കള തോറും കയറി ഇറങ്ങി ചട്ടി പൊക്കി നോക്കുന്ന പണിയല്ല വനപാലകർക്കുള്ളത് എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകണം. ഓന്തിനെ പിടിച്ചു, ഉടുമ്പിനെ പിടിച്ചു, മുള്ളംപന്നിയുടെ പീലി അവിടെ കണ്ടു എന്ന് പറഞ്ഞ് കർഷകനെതിരെ കേസെടുക്കാൻ വരുന്ന വനപാലകരെ നിങ്ങളോട് വ്യക്തവും കൃത്യവുമായ ഭാഷയിൽ ഞാൻ പറയുന്നു. ഈ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി പറയുകയാണ്. ഒരൊറ്റ കുടിയേറ്റ കർഷകന്റെയും കൃഷിഭൂമിയിൽ ഇറങ്ങി ഇനി നിങ്ങളുടെ തന്നിഷ്ടം പോലെ കർഷകരെ അറസ്റ്റ് ചെയ്യാമെന്നോ മർദ്ദിക്കാമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ ഒരൊറ്റ വനപാലകനും ചിന്തിക്കേണ്ട, അത് അനുവദിച്ചു തരുന്ന വിഷയമില്ല. നിങ്ങൾ ഇരുളിന്റെ മറവിൽ തയ്യാറാക്കിയ വനനിയമത്തെ കാറ്റിൽ പറത്താന് ഈ കുടിയേറ്റ ജനതയുടെ ഇച്ഛാശക്തിക്ക് കഴിഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ഉചിതമായി തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൗമനസ്യം കാണിച്ചതിന് മുഖ്യമന്ത്രിയോടും ഈ ജനതയുടെ ആദരം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അല്ലയോ വനപാലകരെ, നിങ്ങളുടെ ഉത്തരവാദിത്വം വന്യജീവികൾ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ വനാതിർത്തിയിൽ കാവൽ നിൽക്കുകയാണ്. അല്ലാതെ ശീതീകരിച്ച മുറികളിൽ പട്ടണങ്ങളിൽ വനപാലകരുടെ ഓഫീസിലിരിക്കുന്ന സുഖനിദ്ര പോകേണ്ടവരല്ല നിങ്ങള് എന്ന സത്യം ഓർക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ശരിയായി നിറവേറ്റിയിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു കർഷകനോ ആദിവാസിയോ ഇവിടെ ജീവൻ പൊലിയേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല.